കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഇതിനകം രേഖപ്പെടുത്തിയ മണ്ഡലമായി തളിപ്പറമ്പ് മാറുകയാണ്. തളിപ്പറമ്പിൽ നിന്നുള്ള വിവരങ്ങളുമായി ഷാരിമ ചേരുന്നുണ്ട്. ഷാരിമ, ഏതാണ്ട് 50% മുകളിൽ പോളിംഗ് പോയിരിക്കുന്നു. ഇതിനകം തന്നെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ വാശിയേറിയ പോരാട്ടം തന്നെ തളിപ്പറമ്പിൽ നടക്കുന്നതെന്ന് തന്നെയാണ് ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവ് വ്യക്തമാക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോഴും വോട്ടെടുപ്പ് സമാധാനപരമായി തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വേനൽ ചൂടാണ്. അതിനിടയിൽ തന്നെ തെരഞ്ഞെടുപ്പ് ചൂടും കടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഉച്ചയോടെ തളിപ്പറമ്പിൽ രാവിലെ മുതൽ തന്നെ ചൂട് പിടിച്ചിരുന്നെങ്കിലും ഉച്ചയോടെ ചൂട് കൂടിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ആ രീതിയിലാണ് പോളിംഗ് ശതമാനം. വേണമെങ്കിൽ തളിപ്പറമ്പ് മണ്ഡലത്തിലാണ് കൂടുതലെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന രീതിയിലാണ് പോളിംഗ് ശതമാനം നമുക്ക് രേഖപ്പെടുത്തുന്നത്. 51.8% നിലവിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലാവുന്ന അത്തരം ഒരു സംഭവങ്ങൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചിലയിടങ്ങളിൽ അനിഷ്ട സംഭവങ്ങളൊക്കെ സംഭവിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്, പരാതികളൊക്കെ വരുന്നുണ്ട്. ഈ തളിപ്പറമ്പ് മണ്ഡലത്തിലെ പരിയാരം പഞ്ചായത്തിലുള്ള 3-4 ബൂത്തുകളിൽ അക്രമം ഉണ്ടായതായാണ് പരാതി വരുന്നത്. മാവിച്ചേരി LP സ്കൂളിലാണ് അല്പസമയം മുൻപ് അങ്ങനൊരു സംഭവമായി പറയപ്പെടുന്നത്. ഓപ്പൺ വോട്ടിന്റെ ഫോം ഫില്ല് ചെയ്യാൻ സഹായിക്കുന്നതിനിടെ UDF പ്രവർത്തകരെ ആക്രമിച്ചതായാണ് പരാതി. 4 UDF പ്രവർത്തകർക്കും വോട്ട് ചെയ്യാനെത്തിയ ഒരു സ്ത്രീക്കും നിസ്സാര പരിക്കേറ്റതായി പറയപ്പെടുന്നു. അവരെ നിലവിൽ തളിപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൈക്കാണ് പരിക്കേറ്റതായി പറയപ്പെടുന്നത്. ഇവരുടെ ആരോപണം മാരക ആയുധങ്ങളുമായാണ് ആക്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ മാരക ആയുധങ്ങളുമായി എത്തി ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ UDF പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPM ആണ് ഇതിന് പിന്നിലെന്ന ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ അത്തരത്തിലുള്ള ചിലയിടങ്ങളിൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നമ്മൾ നേരത്തെ സംസ്ഥാനത്ത് തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയം വരുന്നതിന് മുൻപേ തന്നെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് തളിപ്പറമ്പ് എന്ന് പറയുന്നത്. നിലവിലെ നമ്മുടെ LDF സ്ഥാനാർത്ഥി നിർണയമായാൽ പോലും UDF വിമത സ്ഥാനാർത്ഥിത്വവും കൊയ്യം ജനാർദ്ദനെ പോലുള്ള സ്ഥാനാർത്ഥികളുടെ വിവിധ പ്രത്യാരോപണങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടും നമ്മുടെ ഈ തളിപ്പറമ്പ് മണ്ഡലം ഏറെ ശ്രദ്ധേയമായിരുന്നു. സ്ഥാനാർത്ഥി നിർണയ കാലം തൊട്ട് തന്നെ ഏറെ ചർച്ചാ വിഷയമായ ഒരു മണ്ഡലം കൂടിയാണ്. അതിനാൽ നേരത്തെ തന്നെ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പേ തന്നെ അക്രമങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ TK ഗോവിന്ദനെ പോലുള്ള സ്ഥാനാർത്ഥികൾ പോലീസ് സംരക്ഷണം ഉൾപ്പെടെ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എല്ലാ ബൂത്തുകളിലും കർശന പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. നമുക്കറിയാം, കേന്ദ്ര സേനകളെ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടുള്ള അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ബൂത്തുകളിലും നടപ്പാക്കിയിരുന്നത്. നിലവിൽ ഈ അക്രമം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന പോളിംഗ് ബൂത്തിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പോലീസ് സുരക്ഷയായാലും വർദ്ധിപ്പിച്ചൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും മറ്റിടങ്ങളിൽ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എങ്കിലും തളിപ്പറമ്പ് മണ്ഡലത്തിലെ പരിയാരത്തെ 3-4 ബൂത്തുകളിലാണ് നിലവിൽ ഇങ്ങനൊരു അക്രമം ഉണ്ടായെന്നുള്ള പരാതി ഉയരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. കാരണം ആ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് മികച്ച രീതിയിൽ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പോളിംഗ് ബൂത്തുകളിലായാലും കൂടുതൽ സ്ത്രീ സൗഹൃദമായ ബൂത്തുകളുണ്ട്, മാതൃകാ ബൂത്തുകൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. മാതൃകാ ബൂത്തുകൾ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി. നമ്മുടെ ഇരിങ്ങൽ AUP സ്കൂളില് മികച്ച രീതിയിൽ ഈ തളിപ്പറമ്പ് മണ്ഡലത്തിൽ 5 മാതൃകാ ബൂത്തുകളുണ്ട്. അതില് ഇരിങ്ങൽ AUP സ്കൂളിന്റെ വാർത്ത നമ്മൾ ഇന്നലെ കൊടുത്തിരുന്നു. അതിൽ നമ്മൾ കണ്ടതാണ് വയോജന വിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ക്രഷ് ഉൾപ്പെടെയുള്ള മികച്ച സൗകര്യങ്ങൾ ഈ മാതൃകാ ബൂത്തുകൾ ഒരുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ വോട്ടെടുപ്പിന് മുൻപേ തന്നെ നടത്തുന്നത്. അതിനാൽ തന്നെ നിലവിൽ വോട്ടെടുപ്പ് മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. രാവിലെ നമ്മൾ കണ്ടതാണ്, വലിയ നിര തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിലും ഉണ്ടായിരുന്നു. 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കുന്നുണ്ടെങ്കിലും അതിനു മുൻപേ തന്നെ ആളുകൾ വോട്ടെടുപ്പ് കേന്ദ്രത്തിലേക്ക് എത്തുകയും സ്കൂളുകൾക്ക് മുന്നിൽ വലിയ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും തിരക്ക് വർദ്ധിച്ചു വരികയാണ്. ഈ നീണ്ട നിര തന്നെ ഇപ്പോഴും പോളിംഗ് ബൂത്തുകൾക്കെല്ലാം മുന്നിൽ തന്നെ ഉണ്ട്. അർജുൻ.